UDF ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും UDFും PV അൻവറും ഒരുമിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. KPCC ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഏറ്റവും ഒടുവിൽ അങ്ങയുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. സാധ്യതകളൊക്കെ തന്നെ അങ്ങേക്കാണ് എന്നുള്ളതാണ് വിവരം. അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഈ ഹൈക്കമാൻഡ് അതേപോലെ UDFുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിലമ്പൂർ സജ്ജമായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ അത്തരം ചർച്ചകളൊന്നും നമ്മളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡാണ് ആത്യന്തികമായി അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു നിലമ്പൂർ എന്നതാണ് യാഥാർത്ഥ്യം. മണ്ഡലം അറിയുന്ന ഒരാളെന്ന നിലയിൽ നേരത്തെ നഗരസഭാ അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, നിലമ്പൂരുകാരെന്ന നിലയിലൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി ആയി വരികയാണെങ്കിൽ ശേഷം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് മുതൽക്കൂട്ടാവില്ല UDFിനെ സംബന്ധിച്ച്? അല്ല, അതിപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് ഉള്ള പ്രശ്നം മാത്രമല്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂർ 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയാണുള്ളത്. ഈ 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തും ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. 2 പഞ്ചായത്തുകളും ഒരു നഗരസഭയും മാത്രമാണ് LDF ഭരിക്കുന്നത്. മാത്രമല്ല, ഈ പഞ്ചായത്തുകളിലൊക്കെ UDFന് ഇപ്പോൾ നഗരസഭയാണെങ്കിൽ തന്നെ UDFന് നഷ്ടപ്പെട്ടുവെങ്കിലും നിലമ്പൂർ നഗരസഭയിലൊക്കെ UDFന് കനത്ത വേരുകളുള്ള നല്ലൊരു മാസ് ബേസുള്ള സംഘടനയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യത നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ വ്യക്തിപരമായി എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, 6 സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവിടെ നിലമ്പൂരിൽ വിജയിക്കുന്നതിനുള്ള നല്ലൊരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് UDFിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ എന്ന് മാത്രമല്ല, നല്ലൊരു ശുഭാപ്തി വിശ്വാസം, സാധാരണ ഒരു പ്രതീക്ഷ മാത്രമല്ല, നല്ലൊരു ശുഭാപ്തി വിശ്വാസം ഈ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ണാണ്, VV പ്രകാശിൻ്റെ മണ്ണാണ്. ഒരു വൈകാരിക പോരാട്ടമായി കൂടി ഒരു തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും. കാരണം ഈ നിലമ്പൂരിനെ നിലമ്പൂരാക്കിയ ആര്യാടൻ മുഹമ്മദ് അറിയാലോ. നിലമ്പൂർ പണ്ട് കാലത്ത് നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ ഒരൊറ്റ വില്ലേജാണ്. ഈ പറയുന്ന പഞ്ചായത്തുകളും നഗരസഭയൊക്കെ ഒരൊറ്റ പഞ്ചായത്താണ്. ആ ഒരു പഞ്ചായത്തും ഒരു വില്ലേജുമായി ഉണ്ടായിരുന്ന ഇതിനെ വ്യത്യസ്തമായ സ്വയാശ്ര ഗ്രാമങ്ങളാക്കി മാറ്റി, അതിനെ പഞ്ചായത്തുകളും വില്ലേജുകളും ആക്കി മാറ്റി, അവിടെ സ്കൂളും ആശുപത്രിയും ഒക്കെ ഉണ്ടാക്കി, അങ്ങനെ ഇതിനൊരു നാടാക്കി മാറ്റിയ നേതാവിൻ്റെ പേര് കൂടിയാണ് ആര്യാടൻ മുഹമ്മദ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ആ ഒരു നാമത്തിന് എന്നും ഒരു വലിയ പ്രസക്തി നിലമ്പൂരിലുണ്ട്. അതുപോലെ തന്നെ VV പ്രകാശ്, ഇവിടെ ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു യുവ നേതാവായിരുന്നു ശ്രീ VV പ്രകാശ്. അപ്പോൾ VV പ്രകാശിൻ്റെ സ്വപ്നവും ആര്യാടൻ മുഹമ്മദിൻ്റെ സ്വപ്നവും ഒക്കെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സാക്ഷാത്കരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സാധ്യതകൾ അങ്ങയുടെ പേരിലേക്ക് തന്നെ വരുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, നേതാക്കളുമായിട്ട് എന്തെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടെന്നില്ല? ഇല്ല, അത് നേതാക്കളുമായി അങ്ങനെ നിരന്തര ആശയവിനിമയത്തിൻ്റെ പ്രശ്നമല്ല ഉള്ളത്. അത് നേതാക്കൾ തീരുമാനിച്ച് നമ്മൾ അറിയിക്കും. കോൺഗ്രസിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നേതാക്കൾ തീരുമാനിച്ച് അത് നേതാക്കൾക്ക് പല കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും. ആ കാര്യങ്ങളിൽ അത് ഒരു ഡിസിഷൻ എടുക്കുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആര് എന്നൊരു വലിയ പ്രശ്നമുണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ സൂത്രവാക്യങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ 16-ൽ അങ്ങേ പരാജയപ്പെടുത്തിയ PV അൻവർ ഇപ്പോൾ നിങ്ങളുടെ പാളയത്തിലാണ്. ഔദ്യോഗികമായിട്ട് മുന്നണിയിലില്ലെങ്കിലും PV അൻവറിൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ അതിലൊരു വിരോധാഭാസമില്ല എന്നൊരു മറു ചോദ്യം നിലനിൽക്കുന്നു. അല്ല, അങ്ങനെയല്ലല്ലോ. അതൊരു വിരോധാഭാസത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. PV അൻവർ ഇന്ന് ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി UDF ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും UDFും PV അൻവറും ഒരുമിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതൊരു വിരോധാഭാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും LDF ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ നിലമ്പൂരിലൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പല കാര്യങ്ങളിലുമുള്ള LDF ഗവൺമെൻറ്റിനോട് ഉള്ള അല്ലെങ്കിൽ CPM പാർട്ടിയോടുള്ള വലിയ പ്രതിഷേധമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് PV അൻവർ. ആ പ്രതിഷേധമാണ് UDF കഴിഞ്ഞ കാലത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു വലിയ മുന്നേറ്റം നിലമ്പൂരിലുണ്ടാവും.
സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ആരാണെങ്കിലും ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും, UDF സംവിധാനം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും. സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ ഒറ്റക്കെട്ടായി വിജയിപ്പിക്കാൻ വേണ്ടി നിലമ്പൂർ സജ്ജമാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ജനകീയ വിഷയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാലോ, നിങ്ങളാണല്ലോ വർത്തമാനകാലത്തെ വിഷയങ്ങൾ പൊതുവായിട്ട് കൊണ്ടുവരുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ മൊത്തമായി ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ജനങ്ങളുടെ വികാരം മാത്രമല്ല, ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ടേമായിട്ട് 9-10 വർഷക്കാലം നിലമ്പൂരിൻ്റെ വികസനപരമായ മുരടിപ്പ് ഇതൊക്കെ ഇവിടെ ചർച്ചയാവും. മാത്രമല്ല, ഇപ്പോഴും നമുക്കറിയാം ഈ മഴ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയപ്പാട്. നമുക്കിപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ നമ്മൾ ഈ നല്ല ഭവനത്തിലിരുന്നു കൊണ്ടുള്ള നല്ല സുസ്ഥിരമായ സുരക്ഷിതമായ ഭവനത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ അറിയേണ്ടത് 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും കഴിഞ്ഞ 2019 പ്രളയത്തിൽ നിങ്ങൾക്കറിയാലോ കവളപ്പാറ ദുരന്തമുണ്ടായത്. ആ കവളപ്പാറ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും നിലമ്പൂർ കാടുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിനുള്ളിൽ കഴിയുകയാണ്. ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 6 വർഷമായി. അവസാനം ഞാനും പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ കോളനിയിലെ സുധ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയും കൂടെ ഹൈക്കോടതിയിൽ പോയിട്ടാണ് അവർക്കൊരു ശൗചാലയവും അവർക്ക് പാലവും കിട്ടിയിട്ടുള്ളത്. അവർക്ക് ശൗചാലയമില്ല, വീടില്ല, കുടിവെള്ളമില്ല, ഒന്നുമില്ലാതെ കഴിയാണ്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോഴും അത് പോത്തുകല്ല് പഞ്ചായത്തിലുണ്ട്, കരുളായി പഞ്ചായത്തിലുണ്ട്, വഴിക്കടവ് പഞ്ചായത്തിലുണ്ട്. ഈ 3 പഞ്ചായത്തിലും ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, നിലമ്പൂരിലെ മലയോര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം, ഇവിടുത്തെ ആദിവാസികൾ നേരിടുന്ന പ്രയാസം, ഇവിടുത്തെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നമുക്കറിയാലോ. എത്ര പേരെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ, കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെയാണ് 2 പേരെ ആന ചവിട്ടിക്കൊന്നത്. ഇപ്പോൾ ഇത് തൊട്ടടുത്ത കാളികാവിൽ കടുവ പിടിച്ചു. എന്ത് പരിഹാരമാണ്? ഇവർക്ക് 4-5 ലക്ഷം രൂപ കൊടുത്തതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഈ മണ്ണിൽ നിലമ്പൂർ കാടുകളിൽ ഇവിടെ വന്ന് ഈ കാടുകളിൽ ആരും കൃഷി ചെയ്യാത്ത ഭൂമിയിൽ, തരിശായി കിടന്ന ഭൂമിയിൽ ഇവിടെ കൃഷി ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ച് ഇവിടെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന മലയോര കർഷകർ, ആ മലയോര കർഷകരെ അവരെ സംരക്ഷിക്കാൻ, അവരധ്വാനിക്കുന്ന ഭൂമിയിൽ, അവർ വിയർപ്പൊഴുക്കിയ ഭൂമിയിൽ അവിടെ കിടന്ന് അവർ രക്തം ചിന്തി മരിക്കേണ്ട ഒരവസ്ഥാവിശേഷം ഇന്ന് നിലനിൽക്കുക. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മനുഷ്യജീവനല്ല വിലയുള്ളത്. ഇപ്പോഴും സംസാരിക്കുന്നത് വന്യജീവികൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നതാണ്. ഇപ്പോൾ തന്നെ ഒരു കടുവയെ പിടിച്ച്, കടുവ ഒരു മനുഷ്യനെ കടിച്ചു തിന്ന് പോയിട്ട് പിടിച്ചിട്ടില്ല, ഇപ്പോഴും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഇത് പിടിച്ചാൽ തന്നെ ചെയ്യുന്നത് എന്താ? തൊട്ടടുത്ത് 10-20 കിലോമീറ്റർ, 25 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോയി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നം നിലമ്പൂരിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം, ഇതുതന്നെയായിരിക്കും നിലമ്പൂരിൽ ഏറ്റവും പ്രധാനമായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയം. നിലമ്പൂരിൻ്റെ പാപ്പുട്ടിയൊക്കെ നിലമ്പൂരിൽ തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും അല്ല, സ്വാഭാവികമായിട്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഉഷാറായിട്ട് എന്ന് തന്നെയാണ്. ഓക്കെ, തീർച്ചയായും വളരെ നന്ദി. എന്തായാലും നിരവധി ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കും. UDFനെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഏതൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി UDF ഒരുമിച്ചുണ്ടാകുമെന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.